ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ലോഗുമായിട്ടാണേ. അതായത് ദക്ഷ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് അവൾക്ക് ജാപ്പനീസ് റാമേൻ കഴിക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഈവനിങ് നമുക്ക് വേറെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവളാണെങ്കിൽ സ്കൂളിലൊന്ന് വീണ് ആളിന് ചെറിയൊരു മുറിവൊക്കെ പറ്റി. അപ്പം നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണമായിരുന്നു. അപ്പം നമ്മൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ കരുതിയെങ്കിൽ അവളെയും കൊണ്ട് റാമേൻ കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ റാമേൻ കഴിക്കാനായിട്ട് പോകുന്നത് ജുമേറയിലേക്കാണേ. ജുമേറയിൽ തന്നെയുള്ള സുഷി ലൈബ്രറി എന്ന ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്കറിയത്തില്ല ജാപ്പനീസ് ഫുഡ് എങ്ങനെയാണ്. അപ്പം ആദ്യം നമുക്ക് ജസ്റ്റ് റാമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് വീണ്ടും വരാം എന്നുള്ളൊരു ഇതിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇതാണ് സുഷി ലൈബ്രറി. അപ്പം നമ്മൾ ഇതിന്റെ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ റാമേൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. റാമേൻ മാത്രമല്ല കേട്ടോ, ഇവരുടെ ഒതന്റിക് ആയിട്ടുള്ള പല ഫുഡും ഇവിടെ കിട്ടാറുണ്ട്. അവിടെ വെച്ചേക്കുന്നത് ഫിഷും ക്രാബ് മീറ്റും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് നോക്കി അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം. അകത്ത് അങ്ങനെ തിരക്കേ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തണുപ്പ് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും പുറത്തായിരിക്കുന്നത്. കാരണം ഈ ഒരു സീസണിലല്ലേ പുറത്തിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുറത്ത് നമുക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പം നമ്മൾ അകത്തേക്ക് വന്നതാണ്. ലക്ഷ്യയാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ്. അവൾക്കാണെങ്കിൽ ചോപ്പ് സ്റ്റിക്ക് വെച്ചൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വന്ന പാടെ തന്നെ ഒരു സ്റ്റിക്കൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ മെനു. നമ്മളിപ്പം വന്നത് നൈറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് റാമേൻ മാത്രം കഴിക്കാമെന്ന കരുതി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാത്രി അങ്ങനെ വലുതായിട്ട് ഫുഡ് കഴിക്കാൻ അത്ര അങ്ങോട്ട് പറ്റാറില്ല. ഉച്ചയ്ക്കാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ കഴിക്കാം. രാത്രി നമ്മൾ രണ്ടുപേരും അധികം കഴിക്കത്തില്ല. ദക്ഷയാണെങ്കിൽ ഈ കാണുന്നൊരു ആക്രാന്തമൊക്കെ കാണുമ്പോൾ കരുതും ഭയങ്കരമായിട്ട് കഴിക്കുമെന്ന്. അവൾക്കാണെങ്കിൽ അത്ര പോലും വേണ്ട, ചെറിയതല്ലേ. പക്ഷെ നമ്മളാണെങ്കിൽ ഉച്ചയ്ക്കായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമായിരുന്നു. ഇവരുടെ മെനു കണ്ടിട്ട് എല്ലാ അടിപൊളി സാധനങ്ങളാണ്. ഒരു തവണയും കൂടെ എന്തായാലും വരും ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം റാമേൻ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഷിജു പറഞ്ഞു നമുക്കൊരു ചിക്കനും ഒരു ബീഫും ഓർഡർ ചെയ്യാമെന്ന്. ദക്ഷയ്ക്ക് സുഷി ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അവൾ നേരത്തെ ഒരു തവണ സുഷി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കതൊട്ടും പറ്റത്തില്ല. കാരണം പച്ചയായിട്ടുള്ള ഇറച്ചിയും മീനും ഒക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് എത്ര ടേസ്റ്റാന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര അറപ്പാണ് കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ അങ്ങോട്ട് താല്പര്യമില്ല. പക്ഷെ അവൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇത്തവണ നമുക്ക് നോക്കിയിട്ട് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അടുത്ത തവണ വരുമ്പോൾ അവൾക്ക് സുഷി വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മെനു നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മെനു ആണ്. എല്ലാം കണ്ടിട്ട് തന്നെ എല്ലാം നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് കഴിക്കാനാ വന്നേ? എന്താ വെച്ച് കഴിക്കുന്നേ? ചോപ്സ്റ്റിക് ഒക്കെ വെച്ച് കഴിച്ച് കണ്ടാ മതി. അതെല്ലാം റെഡി ആയിട്ട് വെച്ചോണ്ടിരിക്കുക. അങ്ങനെ കാത്തിരുന്നിട്ട് നമ്മുടെ റാമേൻ എത്തിയിട്ടുണ്ട്. ഒരു ബീഫും ഒരു ചിക്കനും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല റിച്ച് ലുക്കൊക്കെ ഉണ്ട്. അതിനകത്ത് മുട്ടയും ക്രാബ് മീറ്റും പിന്നെ എന്തൊക്കെയോ ഇലകളും ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്. കണ്ടിട്ട് കൊള്ളാം. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ഫോർക്ക് വെച്ച് കഴിച്ചോളാം. ഇയാള് ആ ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. വെടി പിടിക്കി പെൻസിൽ വെച്ചാണല്ലോ അവള് പിടിക്കാൻ പഠിച്ചു കേട്ടോ. അതിനകത്തിട്ട് ഇളക്കരുത്. അവള് പെൻസിലിട്ട് പിടിച്ച് പഠിച്ച് അവൾ അറിയാന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ച് വെറുതെ പറഞ്ഞായിരിക്കും കേട്ടോ. ചേട്ടാ ഇത് ട്രൈ ചെയ്തിട്ട് കേൾക്കണമെന്ന് പാടാണല്ലോ. ഫോർക്ക്
ആക്ച്വലി അതിൻ്റെ സൂപ്പാണ് നല്ല നല്ല ടേസ്റ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടെ. അതിൻ്റെ അകത്തെ സൂപ്പ് വേറെ ഫ്ലേവർ അല്ലേ, കൊഞ്ചിന്റെ ഒരു ഫ്ലേവർ ആ അത് കാണും. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ ആക്ച്വലി ഈ സൂപ്പാണ് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള സൂപ്പ്. താങ്ക് യു. ദശ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ദശയ്ക്ക് മാത്രം എന്തായാലും ഫോർക്ക് വേണ്ടി വന്നില്ല. ആദ്യം നമുക്കത് കിട്ടിയ സ്റ്റിക്ക് നമ്മൾ തിരിച്ചും മറിച്ച് നോക്കിയിട്ടങ്ങ് വെച്ചു. മുക്കിലോട്ട് കയറി പോരും. അത് പതുക്കെ വലിക്കും, വായിലോട്ട് വെക്കണം. ഒന്ന് നെറ്റി മുറിഞ്ഞെങ്കിൽ എന്താ, നൂഡിൽസ് കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞു, അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.